ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡാറ്റാബേസിൽ നിന്നുള്ള ചോദ്യമാണ്. ക്വറി എന്ന സങ്കേതം. ഇതും എക്സാമിന് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ ഹോമിലെ exam10 ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ കുടുംബശ്രീ .db എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ മാത്രം SQL ക്വറി നൽകി പ്രദർശിപ്പിക്കുക. സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. നൽകിയ ഡാറ്റാബേസ് ഫയൽ DB ബ്രൗസർ ഫോർ SQLite തുറക്കുക. കലാമേളയിൽ പങ്കെടുക്കുന്ന ആണുങ്ങളുടെ മാത്രം വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ക്വറിയുടെ മാതൃകയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മാതൃകയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്വറി SQL ക്വറി എക്സിക്യൂട്ട് SQL ടാബിൽ എഴുതി പ്രവർത്തിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ exam10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _opana.png എന്ന പേരിൽ സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കുക. തുടർന്ന് ലഭിക്കുന്ന വിൻഡോയിൽ നിശ്ചിത ഭാഗം തിരഞ്ഞെടുത്ത് എൻ്റർ കീ അമർത്തുന്നതോടെ സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പ്രൊഡക്ട്സ് സ്ക്രീൻഷോട്ട് ഫോൾഡറിൽ ലഭിക്കും. ഇത് exam10 പ്രൊഡക്റ്റിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നാമം നൽകുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒപ്പനയിൽ പങ്കെടുത്ത കുട്ടികളുടെ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ക്വറി തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് സെലക്ട് പാർട്ടിസിപ്പൻസ് _name ഫ്രം പാർട്ടിസിപ്പൻറ്റ് വേർ ഐറ്റം നെയിം സമം ഒപ്പന എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ ഐറ്റം നെയിം സമം ഒപ്പന എന്ന് ടൈപ്പ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് ഫയൽസിൽ exam10 ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുടുംബശ്രീ സെലക്ട് ചെയ്യുക. കുടുംബശ്രീ .db എന്നത് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് DB ബ്രൗസർ ഫോർ SQLite ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതാണ് എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള ഫയല്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് എന്ന ടേബിളും പാർട്ടിസിപ്പൻസ് എന്ന ടേബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗസ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ അറിയാം, ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ടേബിൾ ഇത്രയും ഫീൽഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് എന്ന ടേബിളിൽ ഇത്രയും ഫീൽഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പാർട്ടിസിപ്പൻസ് എന്ന ടേബിളിലെ ഐറ്റം നെയിം ഒപ്പനയിൽ പങ്കെടുക്കുന്ന ഐറ്റം നെയിം ഒപ്പനയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ മാത്രം വേർതിരിക്കാനാണ് നമ്മൾ ക്വറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു പട്ടികയിൽ നിന്ന് ഒപ്പനയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ക്വറി എന്ന സങ്കേതം യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എക്സിക്യൂട്ട് SQL എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ SQL1 എന്നതിന് താഴെ അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. സെലക്ട് എഴുതി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. സെലക്ട് പാർട്ടിസിപ്പൻറ്റ് _name ഫ്രം പാർട്ടിസിപ്പൻറ്റ് വേർ ഐറ്റം നെയിം സമ ഒപ്പന. ഇവിടെ ഒപ്പന എന്നത് O ക്യാപിറ്റൽ തന്നെ ആയിരിക്കണം. ഇവിടെ ബ്രൗസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒപ്പന എന്നതിൻ്റെ O എന്നത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഇവിടെ എക്സിക്യൂട്ടിൽ ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അതായത് പ്ലേ ബട്ടൺ എന്ന ചിഹ്നം. അപ്പോൾ ആ പാർട്ടിസിപ്പൻസ് നെയിം ഇത്ര കുട്ടികൾ പങ്കെടുത്തു എന്നത് ഇവിടെ കാണാൻ സാധിക്കും. 6 കുട്ടികളാണ് ഒപ്പനയിൽ പങ്കെടുത്തത്. ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഡാറ്റാബേസിൽ നിന്ന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും തന്നെ നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാ മക്കളും നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.